24 കൗണ്ടിംഗ് ഡേ മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് നമ്മുടെ പ്രതിനിധികൾ എത്തിയിട്ടുണ്ട് എന്നുള്ള സന്തോഷകരമായ വാർത്ത കൂടി നമ്മൾ പ്രേക്ഷകരെ വീണ്ടും അറിയിക്കുന്നു. ഹരിയാന രാഷ്ട്രീയത്തിലും ഒരുപക്ഷെ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ എന്ത് സ്വാധീനമുണ്ടാക്കുന്നെന്നും നമ്മോട് പറയാൻ അച്യുതൻ കൂടി നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് അച്യുതൻ, പറയൂ വിശേഷങ്ങൾ. ഹരിയാന. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ പല രാഷ്ട്രീയ ചലനങ്ങൾ നടന്നൊരു സംസ്ഥാനമാണ് ഹരിയാന. കാരണം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് മനോഹർലാൽ ഖട്ടർ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയുന്നു. പകരം നയാബ് സിംഗ് സൈനി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നു. അത് ഈ പ്രത്യേകിച്ച് ജാട്ട് ഇതര OBC വിഭാഗത്തെ ഒപ്പം നിർത്താൻ കൂടിയാണ് നയാബ് സിംഗ് സൈനിയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത്. ഈ ഭരണവിരുദ്ധ വികാരത്തെ തുടർന്നാണ് മനോഹർലാൽ ഖട്ടറിന് ആ സ്ഥാനം ഒഴിയേണ്ടി വന്നത്. ഒപ്പം തന്നെ അദ്ദേഹം കർണാലിൽ നിന്ന് ലോക്സഭാ സീറ്റിലേക്കാണ് ഇത്തവണ മത്സരിക്കുന്നത്. അങ്ങനെ ഒരു സർക്കാരിൽ തന്നെ ചില മാറ്റങ്ങൾ BJP കൊണ്ടുവന്നു. പക്ഷേ അതും പൂർണ്ണമായി ഫലം കണ്ടില്ല. കാര്യം 6 സ്വതന്ത്രർ പിന്തുണ നൽകിയിരുന്ന 6 സ്വതന്ത്രരാണ് ഈ തെരഞ്ഞെടുപ്പ് കാലയളവിൽ ആ പിന്തുണ പിൻവലിക്കുന്നത്. അതായത് നിലവിലിപ്പോൾ ആ സർക്കാർ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടുകൊണ്ട് ഭരിക്കുന്ന സ്ഥിതിയിലേക്കാണ് പോകുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇനി വരാനിരിക്കുന്നത് ഹരിയാനയുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടിയാണ്. ആ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം കൂടി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ BJPക്ക് ഒരുപാട് തിരിച്ചടികൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായും ഈ കാലയളവിലും ഉണ്ടായിട്ടുണ്ട്. പ്രധാന വിഷയങ്ങൾ എന്നുള്ളത് കർഷക സമരം, അഗ്നിപത് പദ്ധതി, അതുപോലെ തന്നെ ഗുസ്തി താരങ്ങളുടെ സമരം. ഇത് മൂന്നും പ്രത്യക്ഷത്തിൽ സ്വാധീനിക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് ഹരിയാന. കർഷകരുടെ ഒരു പ്രക്ഷോഭം, അത് ഹരിയാന സർക്കാർ കർഷകർക്കെതിരായ സമീപനങ്ങൾ ആ സമരകാലത്ത് സ്വീകരിച്ചതടക്കമുള്ള കാര്യങ്ങൾ വലിയ രീതിയിലാണ് ഗ്രാമങ്ങൾ തോറും ചർച്ചയായത്. ഈ ഡൽഹിയിലടക്കം അത് തടയുന്ന ഒരു സാഹചര്യം. അങ്ങനെ കർഷകരെ അല്ലെങ്കിൽ കർഷകർക്ക് എതിരായ നയങ്ങൾ സ്വീകരിച്ചതിൻ്റെ പേരിൽ വലിയ രീതിയിലുള്ള അമർഷം അത് കർഷകർക്ക് ഹരിയാന സർക്കാരിന് മേലുണ്ട്. അതൊന്ന് ഒരു ഘടകമായി നിൽക്കുന്നു. ഒപ്പം തന്നെ അഗ്നിപത് പദ്ധതികൾക്കെതിരെ യുവാക്കളടക്കം രംഗത്ത് വന്നിരുന്ന ഒരു സംസ്ഥാനം കൂടിയാണ്. അതിപ്പോഴും ആ ഒരു യുവാക്കളുടെ അമർഷവും ആ കാര്യത്തിൽ നിലനിൽക്കുന്നുണ്ട്. പിന്നെ ഗുസ്തി താരങ്ങളുടെ സമരമാണ്. കോൺഗ്രസും നിലവിൽ ഇന്ത്യ മുന്നണിയാണ് സംസ്ഥാനത്ത് ഈ പോരാട്ടത്തിൽ BJPക്കെതിരായുള്ളത്. ഇതിൽ കുരുക്ഷേത്രയിൽ മാത്രമാണ് ആം ആദ്മി മത്സരിക്കുന്നത്. ബാക്കിയുള്ള 9 ഇടങ്ങളിലും കോൺഗ്രസ് ആണ് മത്സരിക്കുന്നത്. അങ്ങനെ ശക്തമായ ഒരു പോരാട്ടം അത് ഇന്ത്യ മുന്നണി ഈ കാലയളവിൽ കാഴ്ചവെച്ചു. കാര്യം കർഷകരുടെ വിഷയങ്ങളായിരുന്നാലും തന്നെയും ഈ അഗ്നിപത്ത് അതുപോലുള്ള കാര്യങ്ങൾ അത് ഈ പ്രകടന പത്രികയിൽ അടക്കം കൊണ്ടുവന്നുള്ള ഒരു പ്രചാരണമാണ് ഇന്ത്യ മുന്നണി നടത്തിയത്. അഗ്നിപത് പദ്ധതി റദ്ദാക്കും, അതുപോലെ തന്നെ ഗുസ്തി താരങ്ങളുടെ കാര്യമായിരുന്നാൽ തന്നെയും അത്തരം കാര്യങ്ങളെല്ലാം മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു പ്രചാരണമാണ് കാഴ്ചവെച്ചത്. ഭൂപേന്ദ്ര സിംഗ് ഹൂഡ, അതായത് ഹൂഡ കുടുംബത്തിന് സ്വാധീനമുള്ള പല മേഖലകളുണ്ട്. ഇത്തവണ ഭൂപേന്ദ്ര ഹൂഡയുടെ മകൻ ദീപേന്ദ്ര ഹൂഡയാണ് മത്സര രംഗത്തുള്ളത്. അങ്ങനെ കൃത്യമായ അച്യുതനാണ് ഹരിയാന വിവരങ്ങൾ നമ്മളുമായി പങ്കുവച്ചത്. ഇപ്പോൾ അരുണാചൽ പ്രദേശിലെയും സിക്കിമിലെയും വോട്ടെണ്ണലിൻ്റെ വിവരങ്ങൾ വരുന്നുണ്ട്. അരുണാചൽ പ്രദേശിൽ BJP കുതിപ്പ് തുടരുന്നു എന്ന വാർത്തയാണ് വരുന്നത്. 60 സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ഇതിൽ 32 സ്ഥലങ്ങളിൽ ഇപ്പോൾ BJP മുന്നിലാണ് എന്ന രീതിയിലുള്ള സൂചനകൾ അരുണാചൽ പ്രദേശിൽ നിന്ന് വരുന്നു. അതുപോലെ സിക്കിമിലും വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു എന്ന വാർത്തയാണ് വരുന്നത്. ഇതിന്റെ വിശദാംശങ്ങൾ നമുക്ക് ഉടനെ തന്നെ പരിശോധിക്കാം. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.